തീപ്പാറും മണ്ഡലം ഇന്നെത്തി നിൽക്കുന്നത് തീപ്പാറും പോരാട്ടം നടക്കുന്ന അമ്പലപ്പുഴയിലും ആലപ്പുഴയിലുമാണ്. പോരാട്ടത്തിന്റെ നേർചിത്രം വ്യക്തമാക്കുന്നതാണ് വോട്ടർമാരുടെ പ്രതികരണങ്ങൾ. തീപ്പാറും മണ്ഡലം സമരഭൂമിയായ ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴയിലെ ബീച്ചിലാണ്, ആലപ്പുഴ ബീച്ചിലാണ് നമ്മളുള്ളത്. അതെ, കടപ്പുറത്താണ്. ഇവിടെ പുറകിൽ കാണാം ഒരുപാട് പേര് രാവിലെ തന്നെ വന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പുറത്ത് അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്, അല്ലാത്തവരുണ്ട്. ഇവിടെ വലിയ രീതിയിൽ മത്സരം കളി നടക്കുമ്പോൾ പുറത്തൊരു കളി നടക്കുന്നുണ്ടല്ലോ അല്ലെ, ആ കളിയിൽ ആര് ജയിക്കുന്നു നമുക്കൊന്ന് ചോദിക്കണ്ടേ? അല്ലെ, ഈ കളിക്കാരോട് ആ കളിയെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ എത്ര റൺസ് എടുക്കും? 50+ ആണ്. 50+ ഉറപ്പിച്ച്. പിന്നെ ഇതിലോ പിന്നെ LDF UDF ആരാ സെഞ്ചുറി അടിക്കുക? അത് ഇവിടെ നല്ല ഒരു പോരാട്ടമായിരിക്കും നടക്കുന്നത്. രണ്ടുപേർക്കും ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഏത് വിക്കറ്റാ പെട്ടെന്ന് പോകുന്നറിയോ? പറയാൻ പറ്റില്ല. ഇതെന്താ പൊക്കി അടിച്ച ഔട്ടാണോ? കൗണ്ടി കളിക്കുന്ന ഫോറിന് മാത്രം. അപ്പോഴേ പുറത്തൊരു വലിയ കളി നടക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നുണ്ട്. ആ കളിയിൽ ആര് ജയിക്കും തോന്നുന്നു? അതിൽ ജയിക്കുന്നത് ഇവിടെ രണ്ട് അമ്പലപ്പുഴയും ഇതുമാണല്ലോ, ആലപ്പുഴയും ടൈറ്റാണ്. സുധാകരൻ ആയിരിക്കും ചിലപ്പോൾ സാധ്യത കൂടുതലും. അമ്പലപ്പുഴയിലെ സുധാകരൻ കൊണ്ടുപോകും. ആലപ്പുഴ ചിത്തനായിരിക്കും. രണ്ട് ആലപ്പുഴയും അമ്പലപ്പുഴയും ചെയ്യും. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനവും നല്ല രീതിയിലുള്ള നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളെപ്പോലുള്ള യുവാക്കൾക്ക് കളിക്കുവാനായിട്ടുള്ളൊരു സ്ഥലം പോലും ആലപ്പുഴയിലില്ല. പേരിനൊരു EM സ്റ്റേഡിയം ഉണ്ടെങ്കിലും അവിടെ വാഹനം പാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ പൊതുസമ്മേളനം നടത്താൻ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. കളിക്കാർക്ക് വേണ്ടി നിൽക്കുന്നവർ ജയിക്കും. ഇല്ല, അതത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് പോരാട്ടം ആലപ്പുഴയിൽ? ആലപ്പുഴ സുധാകരൻ കൊണ്ടുപോകും ഉറപ്പായിട്ടും. ഈ 10 വർഷം ഭരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഗുണവുമില്ല. ഇലക്ഷൻ എന്ന് പറയുന്ന കളി ഇങ്ങനെ നടക്കുകയാണല്ലോ, നമ്മളൊക്കെ കാഴ്ചക്കാരാണല്ലോ അല്ലേ? അതെ, നമ്മളൊക്കെ കാഴ്ചക്കാരാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് എല്ലാം കണക്കാം. മാസം ഏത് വന്നാലും കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുക, വെള്ളം വർദ്ധിപ്പിക്കുക, വാടക വീട്ടുകാർ വാടക കൂട്ടുക, ഇതൊക്കെ ആരെയാ ബാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആരാ ജയിക്കേണ്ടത്? ഇവിടെ ഭരണത്തിന് ഏതായാലും മാറ്റം വേണം. ഈ 5-6 പ്രാവശ്യം കറണ്ട് ചാർജ് താങ്ങാൻ പറ്റാത്ത കറണ്ട് ചാർജ് ഉണ്ടാക്കി. അമ്പലപ്പുഴ എത്തവണ ആര് ജയിക്കും? ചേട്ടൻ അഭിപ്രായം പറ. സുധാകരൻ ജയിക്കും. ബീച്ചിൽ കളിക്കാൻ വന്നതാണോ? ആണോ? എന്ത് കളി കളിച്ചേ? എപ്പോഴും വരാറുണ്ടോ കളിക്കാൻ? എങ്ങനെയുണ്ട് ഇലക്ഷൻ പോരാട്ടം മുറുന്നത്? എന്നാൽ ആര് വരണം എന്ന അഭിപ്രായം? ആര് വന്നാലും നമുക്ക് ഉപകാരമൊന്നുമില്ല. ആണോ? LDF തന്നെ മുന്നോട്ട് പോകും. അമ്പലപ്പുഴയിൽ എന്ത് സംഭവിക്കും? അമ്പലപ്പുഴ കാലുവാരി സുധാകരൻ തോറ്റിരിക്കും. തോപ്പിക്കും. പക്ഷെ കുറെ പേര് പറയുന്നത് സുധാകരൻ ജയിക്കും. സുധാകരൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു. ഇനി ആരാ ഭരിക്കാം? അതാ കോൺഗ്രസ് ഭരിക്കുന്ന പുള്ളിനെ കൊണ്ട് എന്ത് ചെയ്യിക്കും? എങ്ങനെയുണ്ട് ആലപ്പുഴയിൽ ഇത്തവണ പോരാട്ടം? കടുക്കോ? അമ്പലപ്പുഴ സുധാകരൻ സാറിനെ തോപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ പരിപാടിയും ചെയ്യും. തോപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും. എന്തിനാ അങ്ങനെ മത്സരിച്ച്? ഞങ്ങളുടെ പാർട്ടി നിന്ന് മന്ത്രിസ്ഥാനം കൊടുത്തിട്ട് പുള്ളി വലിയ അവഗണിച്ചോണ്ടല്ലേ പോയത്? ഒരിക്കലും അവഗണിച്ചിട്ടില്ല. അഭിപ്രായം എന്താ? நானும் கம்யூனிஸ்ட் கட்சி தான் போசாமி. அந்த சிகப்பு கொடி தானே? സിവപ്പ് കൊടി താൻ വരൂ. அதுதான் ചേട്ടന്മാരെ, ഞങ്ങളെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ എത്തിയത് ആലപ്പുഴയില്. ഇപ്രാവശ്യം എങ്ങനെയുണ്ട്? കടുത്ത പോരാട്ടമാണോ? അമ്പലപ്പുഴ മണ്ഡലം അതെ, കടുത്ത പോരാട്ടമാണ്. ആര് ജയിക്കും? അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് പറയുന്നത്. എന്റെ താല്പര്യം അനുസരിച്ച് NDA ജയിക്കണമെന്നാണ്. സുധാകരൻ ജയിക്കുമോ? സലാം. സുധാകരന് സലാം, അങ്ങനെയാണോ? സുധാകരനെ ആളാക്കിയ ഞങ്ങള് അത് പുറത്ത് പോയപ്പോഴാണ് ഞങ്ങൾ സലാമിന് വോട്ട് ചെയ്യുന്നത്. ആരാക്കാ ഇത്തവണ സാധ്യത അമ്പലപ്പുഴ? സലാം ഉറപ്പാണ്. കുതിരക്കാരനാണ്? കുതിരക്കാരൻ തന്നെ. കുതിര ഓടിക്കാറുണ്ടോ? ഇവിടെ ബീച്ചിൽ കുതിരയുണ്ട്. 8 വർഷമായിട്ട് കുതിര ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ പിണറായി വിജയൻ അശ്വമേധം തുടരുമോ? ഇത്തവണ തുടരാനുള്ള എല്ലാ സാധ്യത ഉണ്ട്. 100% തുടരാമെന്നുള്ളൊരു ചിന്തക്കാരാണ് ഞാൻ. ഉറച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സുധാകരൻ. അദ്ദേഹം ഇപ്പം UDF-നൊപ്പമാണ്. ഏറ്റവും നല്ലൊരു വ്യക്തിയായിരുന്നു. അതിന്റെ ഒരു പേരിൽ സുധാകരൻ എന്നുള്ള പേരിൽ ജയിച്ചു പോകും. അതായത് അദ്ദേഹത്തിന് നേരത്തെ വോട്ട് ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. അത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, എൻ്റെ കണക്കൂട്ട് ശരിയാണെങ്കിൽ 100% ചെയ്യും. ആലപ്പുഴ കടപ്പുറത്തുനിന്ന് കയറി വരുമ്പോൾ ദിവ്യ ശരിക്കും എന്താ മനസ്സിലാകുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മൾ വിചാരിച്ച പോലെയല്ല. ചില മണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് ഏറെക്കുറെ നമുക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ സുധാകരൻ പാർട്ടി മാറിയതിന്റെ ഒരു മുഷിപ്പ് ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. അതെ, അതാണ് വലിയ സ്വീകാര്യത. സുധാകരൻ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇപ്പോൾ മാറിയെങ്കിലും അദ്ദേഹത്തോടുള്ള വല്ലാത്തൊരു ഇഷ്ടം, സ്നേഹം ആളുകൾ പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. ഏതായാലും അമ്പലപ്പുഴയിൽ തീ പാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആലപ്പുഴയിലും ചെറിയ തോതിൽ തീ പാറുന്നുണ്ട് എന്ന് നോക്കാം. നമുക്ക് മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകാം. വീണ്ടും കാണാം.